ാണ് ഇത് ഒരു കളറാണ്, ഓറഞ്ച് കളറാണെന്ന് വിചാരിക്കുന്നു. ഓറഞ്ചും നമ്മൾ അതിൻ്റെ യെല്ലോയുമാണ് മേടിച്ചത്. ഓറഞ്ചും യെല്ലോയും രണ്ട് കളറ് നമ്മൾ തൈകളാണ് മേടിച്ചത്. 28 പീസാണ് നമ്മളിപ്പോൾ മേടിച്ചേക്കുന്നത്. ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണക്കാലം വരുവാണ്. അപ്പം നമുക്ക് പൂക്കളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഓണക്കാലത്തിന് നമുക്ക് കളവിടാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പൂ വേണമെങ്കിൽ നമ്മൾ ഈ സമയത്താണ് നടേണ്ടത്. അപ്പോൾ ബന്ദിയൊക്കെ നമുക്കിപ്പം തൈ മേടിക്കാൻ കിട്ടും. അപ്പം ആ ഹൈബ്രിഡ് ബന്ദിയൊക്കെ നടേണ്ട ഒരു കറക്റ്റ് ടൈമാണിപ്പം. നമുക്കപ്പോൾ നടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ാണ് ഇത് ഒരു കളറാണ്, ഓറഞ്ച് കളറാണെന്ന് വിചാരിക്കുന്നു. ഓറഞ്ചും നമ്മൾ അതിൻ്റെ യെല്ലോയുമാണ് മേടിച്ചത്. ഓറഞ്ചും യെല്ലോയും രണ്ട് കളറ് നമ്മൾ തൈകളാണ് മേടിച്ചത്. 28 പീസാണ് നമ്മളിപ്പോൾ മേടിച്ചേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തൈകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു വളക്കടയിൽ നിന്ന് നമ്മളിപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ നോർമലായിട്ടുള്ള മണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് അല്പം മണലും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മണ്ണിൽ. കാര്യം മണലും മണ്ണും കൂടെ ഉള്ളത് ആകുമ്പം നല്ലപോലെ വെള്ളം വാർന്നു പോകാൻ നല്ലതാണ്. അപ്പോൾ ഈ നോർമൽ മണ്ണ് ഇച്ചിരി മണലുള്ളതാണ്. അപ്പോൾ ആ നല്ല മണ്ണ് നോക്കി നമ്മൾ എടുത്തിട്ടേക്കുവാണ്. പിന്നെ നമ്മളിതിൽ എടുക്കുന്നത് ഊമിയാണ്. ഉണ്ടോ, ഊമി നമുക്ക് മേടിക്കാൻ കിട്ടും, കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഇപ്പം. പിന്നെ ഓൺലൈനിലും ഒക്കെ ആമസോണിലും ഒക്കെ നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതും കൂടെ നമ്മൾ വെള്ളം പെട്ടെന്ന് വാർന്നു പോകാനും ഒരു എയർ സർക്കുലേഷൻ കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഊമി നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാണ്. പിന്നെ നമ്മൾ എല്ലുപൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ കുറച്ചേ എല്ലുപൊടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 28 എണ്ണത്തിന് വേണ്ടി നമ്മൾ അത്യാവശ്യം ഉണ്ട് ഇത്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കിളിച്ച് വരുമ്പോൾ വേണമെങ്കിൽ വളമൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടാതെ നമ്മൾ ചാണകമല്ല എടുത്തിട്ടുള്ളത്, വെർമി കമ്പോസ്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെർമി കമ്പോസ്റ്റ് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. വെർമി കമ്പോസ്റ്റാണ്, മണ്ണര കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് 10 കിലോയുടെ 5 കിലോയുടെയൊക്കെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ വളക്കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇനി കുറച്ചേ ഉള്ളൂ, കുറച്ചൊക്കെ ഞാൻ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് കവറാണ്. ഇത് 15 അളവിലുള്ള കവറാണ്. ഇത് 1 കിലോ ഏകദേശം 200 രൂപയ്ക്ക് അകത്തൊക്കെ വരും. 150-200-നകത്തൊക്കെ വിലയുണ്ട്. പലയിടത്തും പല വിലയാണ്. അപ്പോൾ ഈ ഒരു ബാഗ് 15 അളവാണ്. 15. അപ്പോൾ ഈ ഒരു ബാഗാണ് നമ്മൾ ഈ ബന്ദി നടാനായിട്ട് മേടിച്ചേക്കുന്നത്. ഇത് നമ്മളിപ്പോൾ 1 കിലോ മേടിച്ചിട്ടുണ്ട്. ഈ 1 കിലോ കവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതിൽ ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വേപ്പിൻ പിണ്ണാക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു കിലോ ഇതിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം മണ്ണ് നമ്മൾ ആവശ്യത്തിന് മണ്ണ് എടുത്തിട്ടുണ്ട്. 1, 2, 3 ബക്കറ്റ് മണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ബക്കറ്റിന് 10 കിലോയുടെ ബക്കറ്റിൽ നമ്മൾ 3 തവണ മണ്ണ് എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കുന്നതിലേക്ക് പോകാം. പോട്ടിംഗ് മിക്സ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുന്ന വീഡിയോ ആണ്.
നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു കവറിൽ 15-15ൻ്റെ കവറാണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതേപോലുള്ള കരിയില, ഉണങ്ങിയ കരിയില അടിയിൽ നല്ലപോലെ അടിവളമായിട്ട് കൊടുക്കാമെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റും കുറയും, പോട്ടിംഗ് മിക്സ് കൂടുതൽ ആവശ്യമില്ല. പിന്നെ നമ്മൾ വളം കിളിച്ച് വരുമ്പോൾ വളം നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതാണ്ട് ഈ കരിയില മാക്സിമം യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെയൊക്കെ കിടക്കുന്ന മാവിൻ്റെയും നമ്മുടെ പൂവരശിൻ്റെയൊക്കെ ഇലകളാണ്. ഇത് നല്ലൊരു വളം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അടിയിൽ. അതിനുശേഷം നമ്മൾ പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കരിയില നല്ലപോലെ വെച്ചതിന് ശേഷം നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടില്ല. ചകിരിച്ചോറ് വേണ്ടുന്നവർക്ക് കുറച്ച് ആഡ് ചെയ്യാം. കാര്യം ഇപ്പോൾ മഴ സമയമില്ലേ, ജൂണിലാണ് നമ്മളിത് നടുന്നത്. അപ്പോൾ ജൂണിലാണ് ബന്ദി നട്ടാലേ നമുക്ക് ഓണത്തിന് കിളിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് ഒരു ടൈം ജൂൺ ജൂലൈ ആദ്യവുമാണ്. ആ സമയത്ത് നട്ടാലേ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഓണ സമയത്ത് നമുക്കിത് കറക്റ്റായിട്ട് കിളിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചകിരിച്ചോറ് കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. കാര്യം മഴയല്ലയോ, നല്ല മഴയാണ്. അപ്പോൾ അവിഞ്ഞു പോകണ്ടെന്ന് കരുതി വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപയോഗിക്കാം. കൂടുതലും നമ്മൾ വെർമി കമ്പോസ്റ്റാണ് നല്ലത്. ചാണകത്തെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ വെർമി കമ്പോസ്റ്റാണ്. നല്ല ഉണക്ക ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും പോട്ടിംഗ് മിക്സ് മതി. ഒന്ന് കിളിച്ച് കയറുമ്പോൾ നമുക്ക് ഒരു 3/4 ഭാഗത്തോളം മതി ഈ കവറിൻ്റെ. കാര്യം കിളിച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വളം മേളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. തൈ അല്ലയോ, അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വളം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊന്ന് കിളിച്ച് കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടിയോ ഇച്ചിരി വേപ്പൻ മണ്ണൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് 17 ഇട്ട് കൊടുക്കാം. 17 കുറച്ച് കലക്കി ഒരു 15 ദിവസം കൂടുമ്പം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 2 കളറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ 28 കവറിൽ നമുക്കിത് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുമൊക്കെ ഈ സമയത്ത് നടണം കേട്ടോ, എന്നാലേ നമുക്ക് ഓണസമയമാകുമ്പോൾ നമുക്ക് നല്ല തൈ ഇത് കിട്ടത്തുള്ളൂ, ഫ്ലവർ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല പോലെ പിടിച്ചു, നല്ല ഫ്ലവറിങ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേര് തൈയൊക്കെ ചോദിച്ചായിരുന്നു. നമ്മുടെ കയ്യിൽ ഇതിന് തൈ കിട്ടാൻ പാടാണ്. ഇതിൻ്റെ വിത്തിട്ടാലും നമുക്ക് തൈ കിളിച്ച് കിട്ടാൻ പാടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നട്ട് ജസ്റ്റ് വെച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ മഴയത്ത് അങ്ങ് സെറ്റായിക്കോളൂ. ഇത് നല്ല വെയിലുള്ളിടത്തൊക്കെ വെക്കണം. ഇതിന് നല്ല വെയിൽ വേണം. സൂര്യപ്രകാശം ഉള്ളിടത്തേ നമ്മളിത് പ്ലാന്റ് ചെയ്യാവുള്ളൂ. സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ദിവസത്തിനകത്ത് റൂട്ടായിക്കോളും, നല്ല റൂട്ടായിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടൈമാണിപ്പം. ജൂണ് ജൂലൈ മാസങ്ങളിൽ തന്നെ നമ്മൾ മാക്സിമം നടാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഓണത്തിന് കറക്റ്റായിട്ട് ഈ ഫ്ലവർ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീട്ടിലൊരു ബന്ദിപ്പൂവൊക്കെ പിടിപ്പിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം. നമ്മുടെ വളക്കടകളിലും ഒക്കെ ഇപ്പോൾ തൈ സുലഭമായിട്ട് മേടിക്കാൻ കിട്ടും. 5 രൂപ 6 രൂപയൊക്കെ വിലയുണ്ട്. പിന്നെ ഹോൾസെയിൽ എടുക്കുന്നവർക്ക് കുറയുമായിരിക്കും. പക്ഷേ നോർമലി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 5 രൂപ 6 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Yeah.